ഞാൻ വി ജെ മാത്യൂസ് ആൻഡ് ഈസി വേ ടു ഇംഗ്ലീഷ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഡയറക്റ്റിൻ്റെ ഒരു സ്പീച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. എല്ലാവർക്കും ആവശ്യം, വിദ്യാഭ്യാസ മേഖലയിലുള്ള ഏത് ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും ഏത് ടെസ്റ്റ് ഇടുന്നവർക്കും എല്ലാം റിപ്പോർട്ട് ദ ഫോളോയിങ് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. വളരെ ഭംഗിയായി നന്നായി അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുമെന്ന് പഠിക്കുക. He said, I am unwell. He said, reporting verb. I am unwell. ആ സെൻറ്റൻസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കേണ്ടത്. ഹീ സെഡ് ഐ ആം അൺവെൽ. ആ സെൻറ്റൻസ് ഏത് ടൈപ്പിൽപ്പെട്ട സെൻറ്റൻസ് ആണെന്ന് ആദ്യം നോക്കാം. അസർട്ടീവ് സെൻറ്റൻസ് ആണോ, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണോ, ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണോ, എക്സ്ക്ലമേറ്റീവ് സെൻറ്റൻസ് ആണോ? ഓരോ ടൈപ്പിൽപ്പെട്ട സെൻറ്റൻസും ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്നതിന് ഓരോ മെത്തേഡാണ്. അസർട്ടീവ് സെൻറ്റൻസിന് ഒരു മെത്തേഡ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിന് മറ്റൊരു മെത്തേഡ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസിന് വേറൊരു രീതി, എക്സ്ക്ലമേറ്റീവ് സെൻറ്റൻസിന് മറ്റൊരു രീതി. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടൈപ്പിൽപ്പെട്ട സെൻറ്റൻസാണ്. ഹീ സെഡ് ഓർ ജോൺ സെഡ് ഐ ആം അൺവെൽ. ഐ ആം അൺവെൽ എന്നുള്ളത് അസർട്ടീവ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്ന മെത്തേഡാണ് ഇവിടെ ഇപ്പോൾ പരാമർശിക്കുക. ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുക. ഹീ സെഡ് ഓർ ജോൺ സെഡ് ഐ ആം അൺവെൽ. ഐ ആം അൺവെൽ എന്നുള്ളത് ജോണിൻ്റെ വാക്കുകളാണ്. നമ്മളത് എടുത്തു പറയുകയാണ്. അതേ ജോണിൻ്റെ അതേ സെൻറ്റൻസ്, അതേ വാക്കുകൾ നമ്മൾ പറയുന്നു. ജോൺ സെഡ് ഐ ആം അൺവെൽ. അത് ഡയറക്റ്റ് സ്പീച്ചാണ്. അത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ ജോണിൻ്റെ വാക്കുകൾ നമ്മുടെ വാക്കുകളിലേക്ക് മാറ്റണം. അപ്പോഴവിടെ വരുന്ന മാറ്റങ്ങളാണ്. ജോൺ സെഡ് ഐ ആം അൺവെൽ. ജോൺ സെഡ് ദാറ്റ് ഹി വാസ് അൺവെൽ. ഐ ആം അൺവെൽ ജോണാണ്, അത് ഹി ആയി മാറുന്നു. ആം വാസായി മാറുന്നു. ഏത് ടെൻസും അതിന് നേരെ ഏത് പാസ്റ്റ് ടെൻസ് ആവണം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ. റിപ്പോർട്ടിംഗ് വെർബ് ജോൺ സെഡ് ആയതുകൊണ്ടാണ്. ജോൺ സെഡ് ദാറ്റ് ഹി വാസ് അൺവെൽ. വന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ താഴേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഡയറക്റ്റ് സ്പീച്ചിൽ പ്രസൻറ്റ് സിമ്പിൾ എങ്കിൽ അത് പാസ്റ്റ് സിമ്പിൾ ആവും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്കിൽ വെർബ ആക്ഷൻ വേർഡ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എങ്കിൽ ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. പ്രസൻറ്റ് പെർഫെക്റ്റ് എങ്കിൽ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. ഇനി ഡയറക്റ്റ് സ്പീച്ച് പാസ്റ്റ് സിമ്പിൾ ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതേപടി അത് റിമെയിൻ ചെയ്യും. വളരെ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കുക. അടുത്ത സെൻറ്റൻസ് പറയുന്നത് Tom said, I know you. Tom said, I know you. Tom said that he knew him. Tom said John ആണ് സങ്കല്പിക്കുക. അപ്പോൾ അവിടെ ഹിം ജോണാണ്. Tom said to John. Tom said that he knew him. I know you എന്നുള്ളത് he പ്രസന്റ് സിമ്പിൾ, നോ പാസ്റ്റ് സിമ്പിൾ ആകാണ്. he knew him. സെൻറ്റൻസ് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കി ബോധ്യപ്പെടണം എന്ത് മാറ്റമോടെ തന്നെ. അടുത്ത സെൻറ്റൻസ് രവി സെഡ് I am going to the market. Ravi said, I am going to the market. Present continuous on I am going. Ravi said that he was going to the market. Action word I am going, present continuous, past continuous ആയിട്ട് മാറുന്നു. അടുത്ത പ്രസന്റ് പെർഫെക്റ്റ്. Shibu said, I have passed the exam. Have passed. I have passed.
പ്രസന്റ് പെർഫെക്റ്റാണ്. ആ പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഷിബു സെഡ് ദാറ്റ് ഹി ഹാഡ് പാസ്ഡ് ദി എക്സാം. പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. Sira said, I have been reading a novel for 2 hours. Sira said that she had been reading a novel for 2 hours. Present perfect continuous, past perfect continuous ആയി മാറുന്നു. ആമയിസ ആറ് വാസ വേറായിട്ട് മാറുന്നു. പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ആകുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ആക്ഷൻ മേഡാണ് വെർബ്. പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ആകുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആകുന്നു. പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആകുന്നു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുന്നു. ഇവിടെ ഒരു പ്രത്യേകതയുള്ള മറ്റൊരു സെന്റൻസ് ഉണ്ട്. He said to me, you are getting indolent. ആ സെൻറ്റൻസിൻ്റെ പ്രത്യേകത തന്നെ നമ്മൾ മനസ്സിലാക്കണം. He said to me, അവൻ എന്നോട് പറഞ്ഞു, you are getting indolent, you are getting lazy. അവൻ എന്നോടാണ് പറഞ്ഞത്. He said to me that I was getting indolent. ആ യു അവിടെ ആകണം, എടുത്തു പറയുന്നത് ഞാനാണ്. അവൻ എന്നോട് പറഞ്ഞു ഞാൻ മടിയനായി തീരുകയാണെന്ന്. He said to me, you are getting indolent. He said to me, I was getting indolent. നമ്മൾ പ്രസന്റ് ടെൻസ് പഠിക്കുമ്പോൾ, ഡയറക്റ്റ് സ്പീച്ചിലെ ടെൻസിൽ പ്രസന്റ് ടെൻസ് പഠിക്കുമ്പോൾ സബ്ജക്റ്റ് മാറ്റം വരുന്നു, വെർബിൽ മാറ്റം വരുന്നു. അപ്പോൾ ആ മാറ്റം ഏത് രീതിയിലെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹീ സെഡ് ടു മീ എന്നാണോ അതോ മറ്റൊരാളാണോ പറയുന്നത് എന്ന് നമ്മുടെ ജാഗ്രതയാകണം. അത് കോൺവെർസേഷൻ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതനുസരിച്ച് സബ്ജക്റ്റ് മാറ്റം വേണം. അടുത്ത പാസ്റ്റ് സിമ്പിളാണ്. He said, I went to Kottayam yesterday. He said that he had gone to Kottayam the previous day or the day before. ഇവിടെ ഡയറക്റ്റ് സ്പീച്ചിലെ ടെൻസ് പാസ്റ്റ് സിമ്പിളാണ്. ആ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. I went to Kottayam yesterday. He had gone to Kottayam the previous day എന്നായി മാറുന്നു. ഇനി ഡയറക്റ്റ് സ്പീച്ച് പാസ്റ്റ് കണ്ടിന്യൂസ് ആണെന്നിരിക്കട്ടെ. He said, I was reading a novel. He said that he was reading a novel. പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അവിടെ മാറ്റം വരുന്നില്ല. ഇനി റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ പ്രസന്റ് ടെൻസിൻ്റെ ഏത് വിഭാഗമാണെങ്കിലും he says I am unwell. He says that he is unwell. വെർബ് പാസ്റ്റ് ടെൻസ് ആകണ്ട. അവിടെ ടെൻസിൽ ആക്ഷൻ വീട്ടിൽ മാറ്റമില്ലെന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണ്. He says I am unwell. He says that he is unwell. ഇൻഡർ സ്പീച്ച് ആകുമ്പോൾ അത് ഏത് ടെൻസ് പ്രസന്റ് സിമ്പിളിലോ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് സിമ്പിളോ പ്രസന്റ് കണ്ടിന്യൂസോ പ്രസന്റ് പെർഫെക്റ്റോ ഏത് ടെൻസ് ആയാലും ഇപ്പോഴേ ഡയറക്റ്റ് സ്പീച്ചിലെ വെർബിന് അതേ ടെൻസിൽ തന്നെ ഇട്ടാൽ മതി, പ്രസന്റ് ടെൻസിൽ തന്നെ കണ്ടാൽ മതി. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇന്ന പദങ്ങൾ ഡയറക്റ്റ് സ്പീച്ച് വന്നാൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മറ്റൊരു പദമായിട്ടത് മാറും. അതൊന്ന് നമുക്ക് കാണാം. ഡയറക്റ്റ് സ്പീച്ച് ഒരു പദമാണ്. യെസ്റ്റർഡേ നമ്മൾ കണ്ടു, പ്രീവിയസ് ഡേ എന്ന് കണ്ടു. Now becomes then. Now എന്നൊരു പദം ഡയറക്റ്റ് സ്പീച്ച് വന്നാൽ then ആയി മാറും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ. Today, that day. Tomorrow is the next day. Tonight, that night. Ago എന്നൊരു പദം ഡയറക്റ്റ് സ്പീച്ച് വന്നാൽ ബിഫോർ ആയിട്ട് മാറും.
നമ്മൾ കണ്ടു ദിസ് ദാറ്റ് ആകും, ഹിയർ ദെയർ ആകും, Last week. ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ദ പ്രീവിയസ് ഇയർ, ദ പ്രീവിയസ് മന്ത് ആയിട്ട് മാറുന്നു. Next. The following. നെക്സ്റ്റ് എന്നൊരു പദം വന്നാൽ ഇത് ഫോളോയിങ് എന്നാകും. At once. At once. Just then. At once. Just then. At once ഒരു പദം ഡയറക്റ്റ് സ്പീച്ചിലുണ്ട്, ജസ്റ്റ് ദെൻ എന്നായി മാറണം. Thus. ദസ് എന്ന പദം So I am. സോയായി മാറും. Here. നേരത്തെ പറഞ്ഞതാണ് ഹിയർ ദെയർ ആകും, ദിസ് ദാറ്റ് ആകും. ഇപ്പൊ ഡയറക്റ്റ് സ്പീച്ചിൽ ചില പദങ്ങൾ ഇന്ന പദങ്ങളുണ്ട്, ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പം മറ്റൊരു പദമായി മറ്റൊന്നായി മാറുന്നു. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. വളരെ ശ്രദ്ധയോടെ വളരെ താല്പര്യത്തോടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിക്കണം. ആദ്യം പഠിക്കുന്നവർക്കും ഒക്കെ അല്പം വിഷമമാണ്, പക്ഷേ ഇത് അറിയാവുന്നവർക്ക് വളരെ ഈസിയാണ്, വളരെ ഈസിയാക്കാം. ഈ വീഡിയോ ഇവിടെ തീരുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം.